അങ്ങനെ ഇത് ഒരു വളരെ നമുക്ക് ഇപ്പോൾ തന്നെ ഈ നമ്മുടെ പാകിസ്ഥാൻ്റെ യുദ്ധ സമയത്ത് തന്നെ ഇപ്പോൾ നമ്മുടെ ലക്നൗവിൽ ഇതിൻ്റെ ഒരു ഫാക്ടറി തന്നെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഇത് ഇന്ത്യക്ക് ഇന്ത്യക്ക് നല്ല രീതിയിൽ വിറ്റഴിക്കാൻ സാധിക്കുന്ന ഒരു വെപ്പണും കൂടിയാണ്. ഇതിൻ്റെ നമ്മുടെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ ഇന്ത്യനൈസ്ഡ് വെപ്പൺസ് നമ്മൾ ഒന്ന് പൂർത്തീകരിച്ചുണ്ടാക്കി കഴിഞ്ഞാൽ അതിൻ്റെ പലതരത്തിലുള്ള വേരിയൻസിലേക്ക് നമ്മൾ പോവുകയാണ്. നമ്മുടെ സയൻറ്റിസ്റ്റ് അതിന് കഴിവുള്ളവരാണ്. അതിൻ്റെ മുമ്പോട്ടുള്ള കാലിബർ കൂട്ടി, അതിൻ്റെ ക്വാളിറ്റി കൂട്ടി, അതിനെ മുന്നോട്ട് നയിക്കുന്നതിനുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഏറ്റവും നല്ലൊരു ബ്രഹ്മോസിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു മോഡലിൽ നിന്ന് ഇപ്പോൾ ഒരു പ്രത്യേക മോഡലാണ് ഞാൻ സംസാരിക്കുന്ന സൂപ്പർസോണിക് ബ്രഹ്മോസ് മിസൈൽ എന്ന് പറയുന്നത്. നമുക്ക് തിരുവനന്തപുരത്തും അതിൻ്റെ ഒരു യൂണിറ്റ് ഉണ്ട്. ബ്രഹ്മോസിൻ്റെ എന്താണ് അവിടെ ഉണ്ടാക്കുന്നതെന്ന് എനിക്ക് പറയാൻ കഴിയില്ലെങ്കിലും അവിടെ ഒരു യൂണിറ്റ് ഉണ്ട്. അതിൻ്റെ ചില യൂണിറ്റുകൾ ഇവിടെ ഉണ്ടാക്കിയിട്ട് പോയിട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് വെച്ച് പിന്നെ എല്ലാം കൂടെ ചേർത്ത് ഒരു ബ്രഹ്മോസ് യൂണിറ്റായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിൽ കൂടുതൽ ഒരു വിവരങ്ങൾ തരാൻ കുറെക്കൂടെ സാധിക്കുമെങ്കിൽ അതൊക്കെ നമ്മുടെ സ്ട്രാറ്റജിക്കായിട്ടുള്ള മറ്റ് പല തീരുമാനങ്ങൾ കൊണ്ടും നമ്മൾ പറയാതിരിക്കുകയാണെങ്കിൽ അത് ഈ അറിയാവുന്നവർ മാത്രം അറിയേണ്ട ചില ഇൻഫർമേഷൻസാണ്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു.